ഇതിപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല കണ്ടംപററി ഡിസൈൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കൊരു 5.4 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീടാണ് നമുക്ക് സെയിലിൽ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും തിരുവനന്തപുരം ജില്ലയിൽ തച്ചോട്ടാവിന് സമയം പിടാരം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമുക്ക് വരുന്നത്. നമുക്ക് സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഇതിന് വരുന്നുള്ളൂ. ഇതെല്ലാം നമുക്ക് റെസിഡൻഷ്യൽ ഏരിയയിൽ പണി ചെയ്ത് തീർത്ത ഒരു വില്ലയാണ്. തൊട്ടടുത്ത് ഈ കിടക്കുന്ന എല്ലാം നമുക്ക് വില്ലാസാണ്. ഇതെല്ലാം നമുക്ക് ആൾതാമസമുള്ള ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ ഇതിൽ ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. നമുക്കിത് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 30 മീറ്റർ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. 30 മീറ്റർ മാത്രമാണ് നമുക്കൊരു മെയിൻ ബസ് റൂട്ടിൽ നിന്ന് നമുക്കൊരു ഡിസ്റ്റൻസ് വരുന്നത്. ഒരു കണ്ടംപററി ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു എലിവേഷനാണ് ഈ വീട്ടിൽ നമുക്ക് വരുന്നത്. കുറച്ചുകൂടെ മനോഹരമാക്കുവാനായിട്ട് സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനാക്കി നമുക്കത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 5.4 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റ് 3 ബെഡ്റൂമാണ് നമുക്ക് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. ഈ ഇങ്ങനത്തെ നല്ല മനോഹരമായ വീടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകിക്കൊടുക്കുന്നതാണ്. അപ്പോൾ ഡീറ്റെയിലോട്ട് ജസ്റ്റ് ഒന്ന് കിടക്കാം. ഇപ്പോൾ ഈ 5.4 സെൻറ്റ് സ്ഥലത്ത് നമുക്ക് നല്ല വൈഡ് റേഞ്ചിലുള്ള കാർ പാർക്കിങ്ങും എല്ലാം നമുക്ക് ഫ്രണ്ടേജും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഏരിയയാണ്. ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു വ്യൂ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഫ്രണ്ടേജിൽ വരുന്ന ഒരു വ്യൂ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഫുള്ളി ഇൻ്റർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഫ്രണ്ടേജാണ് വരുന്നത്. ഇതൊരു കവേർഡ് കാർ പാർക്കിംഗ് വരുന്ന ഒരു കാർ പാർക്ക് ഏരിയ. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കാറൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പം നല്ല സുഖമായിട്ട് 2 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള ഫ്രണ്ടേജ് നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് കിണറാണ്, കിണറിൻ്റെ പൊസിഷനാണ് ഈ കാണുന്നത്. പിന്നെ കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. ഈ ഫ്രണ്ടേജ് നമുക്ക് ഈ ഒരു ഭാഗത്ത് മുഴുവൻ നമുക്ക് ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. അല്ലാതെ നമുക്ക് കുറച്ചുകൂടെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ വീട്ടിൽ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നടാൻ സ്ഥലം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഒരു 5.4 സെൻറ്റ് സ്ഥലത്ത് വരുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ സൈഡിൽ നമുക്ക് നല്ലൊരു സ്പേസ് അവർ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വീടിൻ്റെ മെയിൻ സിറ്റ് ഔട്ട് എന്ന് പറയുമ്പോഴത്തേക്കും നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ലെങ്തി ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് വരുന്നത്. 16x6 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ട് തന്നെ നമുക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട്. നമുക്ക് ഇത്രയും നല്ല വിശാലമേറിയ നീളം വാക്കിലുള്ള ഒരു സിറ്റ് ഔട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് രാവിലെ ടൈമിലോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിലോ ഒക്കെ നമുക്ക് ചെയറും കാര്യങ്ങളൊക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടൊക്കെ സിറ്റിംഗ് ആയിട്ട് ഇരിക്കാനുള്ള സ്പേസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. കാണുന്ന പോലെ തന്നെ ചുമര് വീണ് നമുക്ക് ഈ ടൈൽസും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉടൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളാണ് വരുന്നത്. നമ്മൾ ബീമിൻ്റെ ഈ ഒരു ലെവലിലൊക്കെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനാക്കി ഒരു ഫോൾ സീലിംഗിൽ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ തടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല എലഗൻറ്റ് രീതിയിലുള്ള ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് നല്ല രണ്ട് പാളിയുള്ള ഡോറ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു മെയിൻ ഡോറായിട്ട് നമുക്കിവിടെ വരുന്നത്. അപ്പം നമുക്ക് ഈ ചെയ്തിരിക്കുന്ന ജനലും കാര്യങ്ങളൊക്കെ നല്ല ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഡിസൈനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല മനോഹരമായ ഒരു വിസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഈ ഒരു ഡോറ് നമുക്ക് തേക്കിൻ തടിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമ്മൾ പോകുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ നല്ല വൈഡ് റേഞ്ചിലുള്ള ഒരു ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തുള്ള ലിവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഇത്ര നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ നമുക്ക് ചെയ്തിട്ടുണ്ട്. 14x16 ഡയമെൻഷൻ വരുന്ന ഒരു വിശാലമേറിയ ലിവിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് യൂസ് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീണ്ടും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. ഫ്ലോട്ടിംഗ് ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്കിവിടെ ചെയ്തേക്കുന്നത്. 2 സൈഡിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയയാണ്. വലിയ TV ഒക്കെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ചെയ്തേക്കുന്നതും. നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനൊക്കെയാണ് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ലിവിങ് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വിത്ത് സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഭാഗം ഫോൾ സീലിംഗ് എല്ലാം ചെയ്തേക്കുന്നത്. നല്ല എലഗൻറ്റ് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്താണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോവാം. ഈ കാണുന്നതാണ് അപ്പോൾ വീടിൻ്റെ ഡൈനിങ് ഏരിയ. സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. 8 സീറ്റർ ചെയറും നമുക്ക് ടേബിളും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡൈനിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്.
12x14 ഡയമെൻഷനാണ് ഡൈനിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം സ്ട്രിപ്പ് ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ആക്കി വന്നിട്ടുള്ള സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കുറച്ച് ഇൻഡോർ ഡെക്കോർ ഐറ്റംസും കാര്യം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പീസ് പോലത്തെ ഒരു ക്യാബിൻ നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കിയാണ് ചെയ്തേക്കുന്നത്. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ നല്ലോണം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു വീടിൻ്റെ ഏരിയ എല്ലാം കവർ ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ ഓപ്പോസിറ്റ് ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റാണ് നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ വരുന്നതും. അപ്പോൾ ഈ ഒരു മോഡലിൽ ഒരു വാഷ് കൗണ്ടർ ഏരിയയാണ് നമുക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത്. സ്മാർട്ട് മിറർ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ നമുക്ക് ഇവിടെ ചെയ്തേക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു വലിയ ഹാൾ, പിന്നെ ഡൈനിങ് ഏരിയ, ഒരു കിച്ചൺ, ഒരു ബെഡ്റൂം, നമുക്ക് 3 ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. ഒരു ബെഡ്റൂം നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട്. നമുക്ക് നേരെ ഇനി വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചണെല്ലാം നമുക്ക് അടിപൊളിയായിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചൺ തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് ഗ്രിപ്പായിട്ടുള്ള ടൈൽസ്, വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് തന്നെയാണ് തീർത്തിട്ടുള്ളത്. 12x12 ഡയമെൻഷനാണ് നമുക്ക് ഒരു കിച്ചണിന് വരുന്നത്. മുകളിലും താഴെയുമായിട്ട് ഒരുപാട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് നല്ല സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു വരുന്നത് കോക്രീ ഷെൽഫ് ഉൾപ്പെടെ നമുക്ക് ഈ ഒരു മിഡിൽ ലെവൽ വരുന്നുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ മനോഹരമാക്കുവാനാണ് സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് ഡെക്കറേഷൻ ആക്കി കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സീലിംഗ് ഫാൻ ഉൾപ്പെടെ തന്നെയാണ് നമുക്ക് ഈ ഒരു കിച്ചൺ കംപ്ലീറ്റ് ആക്കി ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും നല്ല വിശാലമേറിയ ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വീതിയുള്ള വിശാലമേറിയ ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് നമുക്ക് സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷൻ ആക്കി നമുക്ക് കൊടുത്തേക്കുന്നതും. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് ബെഡ്റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഏരിയ. നല്ല ക്വാളിറ്റി പ്രോഡക്ട്സിനാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ടൊക്കെ യൂസ് ആക്കിയിട്ടുള്ളത്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് ഇവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ ഇപ്പോൾ സ്റ്റീലിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈനിലെ ഹാൻഡിൽസാണ് നമുക്കിവിടെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. സ്റ്റെയർസ് മുഴുവനും നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഈ ഒരു കംപ്ലീറ്റ് സ്റ്റെപ്പിൽ നമുക്ക് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന ഇതിൽ ഡബിൾ ഹൈറ്റിൽ നമുക്ക് ഒരു ലെങ്ത്ത് വരുന്ന ഒരു ഏരിയ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫോൾ സീലിംഗ് വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു ലീവിങ് ഏരിയയിലാണ് നമുക്ക് എത്തുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലീവിങ് ഏരിയ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. 18x16 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് ഈ ഒരു ലീവിങ് ഏരിയയിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കൊരു ലീവിങ് ഏരിയ, അതുപോലെ തന്നെ 2 ബെഡ്റൂം, ഒരു മെയിൻ ബാൽക്കണിയാണ് വരുന്നത്. അല്ലാതെ ഒരു ഓപ്പൺ ടെറസ് നമുക്ക് വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഡെക്കറേഷൻ ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് സ്ട്രിപ്പ് ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ആക്കി വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വിശാലമേറിയൊരു റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. 12x12 നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷൻ ആക്കി വരുന്നുണ്ട്. അതുപോലെ തന്നെ സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം. കാണുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടത് തന്നെയാണ് നമുക്ക് ഈ ഒരു ബാത്റൂം കംപ്ലീറ്റ് ആയിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണിത്. 14x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് സ്പോട്ട് ലൈറ്റ് ആൻഡ് ഡെക്കറേഷൻ ആക്കി ചെയ്തേക്കുന്നത്. സീലിംഗ് ഫാൻ ഉൾപ്പെടെ നമുക്ക് വരുന്നുള്ള ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണിതും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ക്വാളിറ്റി ഫിറ്റിങ്സിൻ്റെ ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്.
ഇതാണ് നമുക്ക് ചെറിയൊരു ഓപ്പൺ ഏരിയ എന്ന് പറയുമ്പോൾ ഒരു ഓപ്പൺ ടെറസാണ് നമുക്കിവിടെ വരുന്നത്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് എല്ലാം നമുക്ക് ഇവിടെയാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് വരുന്നത്. മുകളിലോട്ട് പോകാനുള്ള എൻട്രൻസ് നമുക്ക് ഇതുവഴിയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെയാണ് നമുക്ക് നമ്മുടെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം വിശാലമേറിയൊരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെ ഈ വീടിന് വരുന്നുണ്ട്. ഇത് നമുക്കൊരു 14x16 ഡയമെൻഷനാണ് നമുക്ക് ഈ ഒരു വിശാലമേറിയൊരു ബാൽക്കണി സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്ലോറിംഗ് എല്ലാം നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെ, വീടിനകത്ത് യൂസ് ചെയ്യുന്ന ടൈൽസ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് തീർത്തിട്ടുള്ളത്. സ്റ്റീലിലെ ഹാൻഡിൽസാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ തന്നെ ഗ്ലാസിൻ്റെ ഒരു വർക്ക് നമുക്കിവിടെ വരുന്നുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഈ ഒരു ഡിസൈനാണ് ഫോൾ സീലിംഗിൻ്റെ വരുന്നത്. അപ്പോൾ ഫോൾ സീലിംഗ് എല്ലാം തന്നെ സ്പോട്ട് ലൈറ്റാണ് ഡെക്കറേഷനാക്കി ചെയ്തേക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത്രയും നല്ല മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിൻ്റെ ഡീറ്റെയിൽസാണ് കണ്ടുകൊണ്ടിരുന്നത്. 5.25 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമിൽ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീടാണ്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 30 മീറ്റർ മാത്രം മാറിയിട്ടാണ് നമുക്ക് ഒരു വീട് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെറും 80 ലക്ഷമാണ് നമുക്ക് വരുന്നത്. 80 lakhs ആണ് നമുക്ക് ആസ്കിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഈ ഒരു പ്രൈസ് നമുക്ക് നെഗോഷ്യബിൾ തന്നെയാണ്. അപ്പോൾ പ്രൈസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ല മനോഹരമായ വീടുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ലോൺസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.